ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ആട്ടോ. സാധാരണ നമ്മൾ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചക്ക പഴമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ചക്ക വരട്ടിയതാട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തത് ശർക്കരയാണ്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് വാനില എസൻസ് അല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏലക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച് കുറച്ച് കട്ടിയായ ഒരു പാല് നമ്മൾ ഇവിടെ മിക്സിയുടെ ജാറിലിട്ടുണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ചക്ക ഇതാണ്. ഇത് വരട്ടി വെച്ചേക്കുന്ന ചക്കയാണ്. നമ്മൾ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വരട്ടി വെച്ചേക്കുന്ന ചക്കയായിട്ട് നമ്മൾ ശർക്കരയൊക്കെയും ഇട്ട് വരട്ടി വെച്ചേക്കുന്നതാണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ കുറച്ച് ആ കട്ടിയായിട്ടിരുന്ന പാല് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചായിരുന്ന ആ പാല് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഇത് 3 കപ്പ് പാലാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 2-3 സ്പൂൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് പാല് വേറെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിടണം. ഇനി നമ്മൾ ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ലംസും ഇല്ലാതെ നമ്മൾ നല്ല സ്മൂത്ത് ആക്കിയെടുക്കണതിന് നമ്മൾ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത പാല് നമ്മൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടായിരുന്ന പാലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കും. നമ്മൾ കൈ എടുക്കലിട്ട് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് കുറച്ച് തിക്കാക്കിയെടുക്കും. ഭയങ്കരമായിട്ട് തിക്കാക്കണ്ട, കുറച്ച് തിക്കാക്കിയെടുക്കണം. എന്നിട്ട് അത് തിക്കായി കഴിയുമ്പോൾ നമ്മൾ 2 മണിക്കൂർ ഇതിനെ വീണ്ടും ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിയുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. പിന്നെയാണ് നമ്മൾ 2 മണിക്കൂർ ഇതിന് ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഷുഗറും പിന്നെ ഏലക്കയും കൂടി മിക്സ് ആയിട്ടുള്ളതാട്ടോ. നമ്മളത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് വരട്ടി വെച്ചത് കൊണ്ട് നമ്മൾ കുറച്ച് ഷുഗർ എടുക്കണോളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ശർക്കര ഇട്ടത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ 5-6 ഏലക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ പൗഡർഡ് ഷുഗറും നമ്മുടെ ഏലക്കയും കൂടി നമ്മൾ തണുക്കാൻ വെച്ചായിരുന്ന ഇവിടെ ആ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ലംസും പാടില്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലംസ് ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇത് 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കില്ല, ഫ്രീസറിൽ വെക്കണം നമ്മളത്. നമ്മളതിന് ഒരു ലംസും ഇല്ലാത്തതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പാലിവിടെ തണുത്തുണ്ട്. എൻ്റെ കൺസിസ്റ്റൻസി ഇത് എങ്ങനെയാണ് കേട്ടോ. കുറച്ച് ലംസൊക്കെ ഉണ്ട്, പക്ഷേ അത് സാരമില്ല, നമുക്ക് ഇനിയും ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് നമുക്ക് 2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ 2 മണിക്കൂർ ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന 3 കപ്പ് പാൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 കപ്പ് പാലിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് 1.5 കപ്പ് ചക്ക വരട്ടിയതാട്ടോ. ഇതിന് നല്ല തണുപ്പുണ്ട്, കാരണം ഇത് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം മുതൽ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിതിന്ന് നമ്മുടെ മിൽക്കും ഈ ചക്ക വരട്ടിയും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ നേരത്തെ കേട്ട ഒരു സൗണ്ട്, ഇങ്ങനെ ആ അടിക്കണ സൗണ്ട്, അത് ഇവിടെ മോട്ടർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഐസ്ക്രീമിൻ്റെ
ഈ നമ്മൾ ബ്ലെൻഡ് ചെയ്തേക്കുന്ന പാലും വറുത്തിയ ചക്കയും കൂടി നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഒഴിക്കാൻ പോകണം. നേരത്തെ ഉണ്ടായിരുന്ന ബൗളിലേക്ക് ഇത്ര ഐസ്ക്രീം എന്ന് പറഞ്ഞത് കൊള്ളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ മമ്മി കേക്ക് ഉണ്ടാക്കണ ഒരു ട്രേയിലേക്ക് എടുത്തു. പിന്നെ ഇത് കുറച്ച് ഞങ്ങൾ ചോക്കോ ചിപ്സൊക്കെ ആയിട്ട് ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നട്ട്സ്, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിവിടെ വീട്ടിൽ ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഐസ്ക്രീമിലേക്ക് ഇട്ടാൽ ഞങ്ങളത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാട്ടോ ഇതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലിങ് ഫോയിൽ വെച്ച് ഒന്ന് റാപ്പ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ലിഡ് വെച്ച് മൂടി ഇത് നമ്മൾ നമ്മുടെ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിത് ഒഴിക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മുകളിൽ ചുമ്മാ സെറ്റാക്കി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ സ്ഥലത്തേക്ക്. നമുക്ക് കുറച്ച് ഇത് ഇടാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാവശ്യം റാപ്പ് ചെയ്തായിരുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് റാപ്പ് ചെയ്യാം. ഇനി നമുക്കിതൊരു ലിഡ് വെച്ച് മൂടാം. ഇനി ഇത് ഫുള്ള് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്. ഇനി നാളെ ഇങ്ങനെ സെറ്റായിട്ട് വന്നത് നമുക്ക് കാണാം. നാളെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്താണ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡൊക്കെ മാറ്റാം. നമുക്കിത് അൺറാപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ സ്കൂപ്പ് ചെയ്യണ സാധനമൊക്കെ ഒന്ന് ഞാൻ നനച്ചെടുക്കണം കേട്ടോ. അങ്ങനെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ടേസ്റ്റ് ചെയ്യാം. എന്നൊക്കെ പറ, ക്യാമറയിലൊക്കെ പറയാം. സൂപ്പർ ആയിട്ടുണ്ടോ? ചെല്ലത്തിന് സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൂടെ ഉണ്ട്. ആ ചക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മളതിൽ യൂസ് ചെയ്തിങ്ങനെ ചക്ക വരട്ടിയതായിട്ട് ചക്കപ്പഴമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് മധുരം കുറവായിട്ടതാണ്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.